നമ്മളെ ഓഫീസിൽ എല്ലാവരുടെ പോയിട്ട് ഭയങ്കര ഒറിജിനലായിട്ട് സാധനം ഷൂട്ട് ചെയ്യണം. എന്താ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ചൈൽഡ്ഹുഡിൻ്റെ ഒരു പാർട്ടായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന അവരുടെ ചൈൽഡ്ഹുഡ് വാസ് ദിസ് മൂവി മെയ്ഡ് യുവർ ചൈൽഡ്ഹുഡ് ഓസം എന്ന് പറഞ്ഞ കൈൻഡ് ഓഫ് ഒരു സാധനം ഉണ്ടല്ലോ. ആ സ്പേസിലോട്ട് വെക്കാൻ പറ്റുന്ന ഒരു സിനിമ അവർക്ക് ഏതായിരിക്കും? എന്തുകൊണ്ടത് വെക്കാൻ പറ്റും? വീഡിയോ എത്രത്തോളം ലാഗ് ആവുന്നു അത്രത്തോളം ഞാൻ ആ പറയുന്ന സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാണ് പരിപാടി. ഒഫൻഡഡ് അല്ലാത്ത രീതിക്ക് മാക്സിമം ഒറിജിനലായിട്ട്, മാക്സിമം ഹാപ്പി ആയിട്ട്, മാക്സിമം ആയിട്ട് നമ്മളിത് എടുക്കുന്നു, കട്ട് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവമാണ് നമ്മളിവിടെ ആചരിക്കാൻ പോകുന്ന ഒരു ഇത്. ചോദിക്കടേ, ഹാരി പോട്ടറിൻ്റെ ഫുൾ സീരീസ് സ്ട്രെച്ചിലാണ് ഞാൻ വളർന്നത്. സോ ആ ഒരു സമയത്ത് ഹാരി പോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, പുതിയൊരു മാജിക്കൽ വേൾഡ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു സ്പേസാണത് ആ ഒരു ടൈമിൽ. സോ ദാറ്റ് മൂവി മെയ്ഡ് മൈ ചൈൽഡ്ഹുഡ് ഹാപ്പി. CID മൂസ. ഇപ്പോഴും കണ്ടാൽ ഇരുന്ന് കാണും കുറെ വട്ടം. എന്റെ ചൈൽഡ്ഹുഡ് അവസരമായിരുന്നില്ല, ഞാനൊരു കൊച്ചായിരുന്നില്ലേ. അപ്പോൾ ലൈക്ക് ഹാരി പോട്ടർ, ഹോഗ്വാർട്സ്, മാജിക്, അബ്രാക്കഡാബ്ര, ആ സംഭവമൊക്കെ ആയിരുന്നു. ചോദിക്കടേ, CID മൂസ തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു എണ്ണം അനുസരിച്ച് ഒരു 17 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര ഞാൻ എണ്ണിയിട്ടുണ്ട്, പിന്നെ കണ്ടിട്ടുണ്ടാവും. ഞാൻ അതിന്റെ ഉത്തരം ആലോചിക്കട്ടെ. സ്വപ്നക്കൂട് CD ഉണ്ടായിരുന്നു. പിന്നെ ഭാവനയും മീര ജാസ്മിനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് സംരംഭത്തില് ഞാനൊന്നുമില്ല, എനിക്ക് പറഞ്ഞ പോലെ കൊറേ തവണ കണ്ട. ഇല്ല, ഞാൻ TV-ല് കൊറേ തവണ എപ്പോ വെച്ചാലും TV-ല് കാണുന്ന ഒരു പടം. അങ്ങനെയല്ലടാ, മോസ്റ്റ്ലി അത്രയുള്ളൂ. കൂടുതൽ അല്ലാതെ കാണുന്നുണ്ട്. ഇപ്പോഴും ആയാലും യൂട്യൂബിലൊക്കെ കാണാറുള്ള പടം. ബേബീസ് ഡേ ഔട്ട് കണ്ടിട്ടില്ലേ? മറ്റേ 3 പേര് കൊച്ചിന്റെ പിന്നാലെ ഓടുന്നതൊക്കെ. ചെറുപ്പത്തിലല്ലേ ബോധമൊന്നുമില്ലല്ലോ, അത് കണ്ടിരുന്ന രസല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ജുമാൻജി കൊച്ചിലെ കണ്ടിട്ടുള്ള മൂവിയാണ് അത്. അപ്പൊ ഞാൻ ഇപ്പോഴും കാണുന്ന മൂവി ഉണ്ട് അത്. മനസ്സിനകരെ TV-ൽ എപ്പോഴെപ്പോഴും വരും. അത് ഏഷ്യൻ മൂവീസിലായും കൂടുതലും തന്നെ. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴേക്കും TV ഓണാകുമ്പോൾ ഈ പടം വരും. കറി പോലത്തൊരു സാധനം. CID മൂസ ഒത്തിരി ടൈം TV-ൽ വരുമ്പോൾ അയ്യോ പോയടാ ഒന്നുകൂടെ. ഒത്തിരി ടൈം TV-ൽ വരുമ്പോഴാണ് റീടേക്ക് എടുത്ത് മരിക്കും കേട്ടോ. വിളിച്ചോ? അതെയോ? CID മൂസ അത്രേ ഉള്ളൂ. എൻ്റെ ഹാരി പോട്ടർ സീരീസ് തന്നെയാണ്. അതിലെ ക്യാരക്ടേഴ്സിൻ്റെ ഗ്രോത്ത് ടൈം ലൈൻ എൻ്റെ ടൈം ലൈനും സെയിം ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര കണക്ഷൻ കിട്ടിയിരുന്നു അന്നത്തെ കാലത്ത് കാണുമ്പോൾ. പക്ഷെ ഇപ്പോഴും കാണാറുണ്ട്. സെറ്റ് ഫസ്റ്റ് അത് വരും. എന്താ പറയണ്ടേ, സ്പൈഡർമാൻ. സ്പൈഡർമാൻ ഫസ്റ്റ് സൂപ്പർ ഹീറോ പടമായിരുന്നു എൻ്റെ. വലയിട്ടില്ല, വലയിട്ടിട്ടില്ല. വെട്ടത്തിലില്ലാത്ത കാസ്റ്റിംഗ് കുറവല്ലേ, എല്ലാവരും തന്നെ വെട്ടത്തിലുണ്ട്. അവിടെ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും ബിഗ് സ്ക്രീനിൽ അടിപൊളിയായിരുന്നു. വെട്ടം വെട്ടം നല്ലൊരു സിനിമയായിട്ടുണ്ട്. വെട്ടം കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ? എപ്പം കണ്ടാലും മനസ്സിനൊരു കുളിർമയല്ലേ? എല്ലാരും ഉള്ളു എനിക്ക് എല്ലാരും ഉള്ളതുകൊണ്ട്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എനിക്ക് ഭയങ്കര ലൈക്കായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലോ, കേബിൾ കണക്ഷൻ ഉണ്ടായിരുന്നില്ലായിരുന്നു.
അപ്പോൾ നമുക്ക് ഒരു CD മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ ആയിരുന്നു. അത് എത്ര തവണ കണ്ടു എന്ന് എനിക്ക് പോലും അറിയില്ല. ഞാനും ജനീനും എൻ്റെ ഗ്രേറ്റ് ഫാൻസ് ആയിരുന്നു. കല്യാണ ടൈമിനല്ല, യോധ 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 ഹക്കുസോട്ടോ അത് കാരണം കൂട്ടത്തിലെ കൊമ്പൻ തന്നെയാണ് എൻ്റെയും ഫേവറേറ്റ് പടം. എൻ്റെ ചൈൽഡ്ഹുഡ് മെയ്ഡ് ഓസം കൈൻഡ് ഓഫ് ഒരു സാധനം. എൻ്റെ ചൈൽഡ്ഹുഡിലെ ഒരു പാർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു പടം CID മൂസയാണ്. CID മൂസ കാടിറങ്ങി